ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാർക്കും? സുഖമല്ലേ? പിന്നെ നിങ്ങളവിടെയൊക്കെ മഴ ഇല്ലേ? എല്ലാ സ്ഥലത്തും മഴ ആണല്ലോ. മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ. എൻ്റെ മക്കളത് ആ ഭാഗത്ത് ഒരാളത് താമരശ്ശേരിയാണ്, ഒരാളത് മഞ്ചേരിയാണ്. രണ്ടാളെ ബാക്കിലുണ്ട് മല. ഒന്നാകെ ഇത് മണ്ണ് കുത്തി ഒലിക്കുന്ന സ്ഥലമാണ്. പടച്ചോൻ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു ജനിച്ചാലും പടച്ചോനൊരു മരണം ഉണ്ടാവും. എന്നാലും റബ്ബ് ഇങ്ങനത്തെ അപകടത്തിലൊന്നും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അള്ളാഹു എല്ലാവരും അള്ളാഹു മല പോലെ വരുന്നത് പടച്ച റബ്ബ് മഞ്ഞ് പോലെ ആക്കട്ടെ. അള്ളാഹിൻ്റെ കാവൽ, പടച്ചോൻ്റെ കാവലല്ലാതെ നമുക്ക് ആരെ കാവലില്ല. അള്ളാഹിനോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മഴ ഇല്ലാതെ ചൂടായാൽ പിന്നെ മഴ ചൂടാണല്ലോ എന്നുള്ള ഇതിലായിരുന്നു. അപ്പം മഴ പിടിച്ചപ്പോഴോ മഴ ഒന്നല്ലാത്തൊരു മഴയായി. എന്നാലും അള്ളാഹു എത്രയും പെട്ടെന്ന് പടച്ചോൻ എല്ലാ കാര്യത്തിനും അള്ളാഹു സമാധാനമാക്കട്ടെ. ആരായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനല്ലേ എല്ലാ ഇതും അറിയാൻ പറ്റുള്ളൂ. എല്ലാതും കേട്ട് സങ്കടപ്പെട്ടിരിക്കുക എന്നല്ലാതെ പടച്ചോന്. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല. ലോങ് വീഡിയോ ഞാനൊരു അഞ്ചോ ആറോ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ട് ആരും നോക്കണില്ല. പക്ഷേ ഷോർട്ട് ഇട്ടിട്ടും വലിയ നോക്കിയിട്ടല്ല. എന്നാലും ചിലതിൽ 35, ചിലത് 18, ചിലത് 100 അങ്ങനെയൊക്കെ കിട്ടാറ്. പക്ഷേ എൻ്റെ ഇതിലാകെ 35 സബ്സ്ക്രൈബേ ഉള്ളൂ. പക്ഷെ അവർ എവിടുത്തേരാണ് എന്താണെന്നൊന്നും അറിയില്ല. ആരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നൊന്നും. പിന്നെ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാലും ഇട്ടാലൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാം ആരാണെന്നൊക്കെ. പക്ഷെ അതൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. കമൻറ്റിൽ ഞാൻ നോക്കാറുണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് പേര് എഴുതിയവർ ഇത് പറയാമെന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാലല്ലേ നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ ലൈവിൽ വരാനാണെങ്കിൽ 50 കഴിയണം എന്ന് പറഞ്ഞു. 50 സബ്സ്ക്രൈബ് കഴിഞ്ഞെങ്കിലേ ലൈവിൽ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും നടക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോ ഇടാൻ തന്നെ കാരണം എല്ലാവരോടൊന്നും പറയാമെന്നുള്ള ഇതിൽ ഒന്ന് സംസാരിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പക്ഷേ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ അതില്ലാതായാൽ നമ്മളാകെ കുഴങ്ങി. ഞാൻ ഈ ചാനൽ തുടങ്ങണം എന്നുള്ള ഇതിലല്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നമ്മൾ നോക്കിയിട്ട് നമുക്കിങ്ങനെ വീട്ടിൽ തീരെ കിട്ടുന്നില്ല. പക്ഷെ നമ്മളിവിടെ അടുത്തൊക്കെ എല്ലാവരും ഇപ്പോൾ എല്ലാതും അറിയുന്നവരാണ്. പിന്നെ നമ്മൾ കടയിലൊക്കെ ബേക്കറി കടയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലൊക്കെ ചോദിച്ചാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് പൈസ വേണം. നമ്മൾ ഇത് പൈസ ഇറക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ചെയ്യാൻ. പിന്നെ നമ്മളെ വീടാണെങ്കിൽ അതിനുള്ള സൗകര്യമില്ല. വാടക വീടായതുകൊണ്ട് അതിനുള്ള സൗകര്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ. അങ്ങനെ വലിയ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിലൊക്കെ. എന്നാലും ഞാൻ ചിലയിടത്തൊക്കെ പോയി ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറച്ചിത് ഈ ഇറച്ചിക്കേക്ക്, മുട്ടക്കേക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ കടയിലൊക്കെ ചോദിച്ചപ്പോൾ കടയിലൊക്കെ ഫുള്ള് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വിറ്റ് പോകണില്ല എന്നാണ്. നമ്മൾ അറിയുന്ന ബേക്കറിലൊക്കെ നമ്മൾ പോയി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും പോയിട്ട് ഓരോ ജോലി പാക്കിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടൊന്നും എവിടുന്നും ഒന്നുമില്ല. ഇപ്പോൾ എല്ലായിടത്തും ഡിമ്മാണെന്നുള്ള ഇതിലാണ്. ഇപ്പോഴല്ല, കുറേ അയക്കണം, 1 വർഷത്തോളം അയക്കണം ഞാൻ ജോലിയൊക്കെ അന്വേഷിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്നും ശരിയാവാഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ളതിൽ തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യമൊന്നും എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ അറിയില്ല. പക്ഷെ അതൊക്കെ മരോളാണ് അതൊക്കെ ചെയ്യൽ, എഡിറ്റിങ്ങൊക്കെ. മരോളില്ലാത്ത നേരത്ത് മറ്റേ പേരക്കുട്ടികൾ ചെയ്തു തരും. പക്ഷെ മറ്റുള്ളതൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം, അറിയാഞ്ഞിട്ടല്ല.
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിലിടുന്നതല്ലേ, യൂട്യൂബിലിടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത് ഇന്ന് പിന്നെ എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇടാൻ നമ്മൾ ചാനൽ ഇതിൽ വീഡിയോ ഇടുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കമാണ്. അതൊന്നും ഇപ്പോൾ ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ വീട്ടിൽ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഉച്ചക്കലത്തെ ഇത് ചോറായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇതൊക്കെ കുറേ പിന്നെ എന്നും ഇങ്ങനെ ഇതാകുമ്പോൾ മനുഷ്യന്മാരും ചടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നൊന്ന് മാറ്റം വരുത്തിയത്. ഇന്ന് നെയ്ച്ചോറും ഇതുണ്ടാക്കിയത്, ബീഫ് കറി ഉണ്ടാക്കിയതെന്ന്. പക്ഷെ സാധനമൊക്കെ നല്ല നന്നായിക്കണ്. പക്ഷെ അത് ഞാൻ വെള്ളം ഒഴിച്ചതിൽ വേറെ എന്തോ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ചോറുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഒരു പാത്രം വെള്ളം കൂടിപ്പോയി. ഒരു പാത്രമല്ല, ഒരു 3/4 പാത്രം വെള്ളം കൂടിപ്പോയി ഒഴിച്ചത്. അതുകൊണ്ട് ചോറൊന്ന് കട്ട കുത്തി. പക്ഷെ ഇവിടെ ആണെങ്കിൽ വെന്ത ചോറാണ് ഇവിടുത്തെ ഉപ്പാക്കൊക്കെ ഇഷ്ടം. വേവാത്ത ചോറല്ല, അങ്ങനത്തെ നമ്മൾ ചോറ് വേറിട്ട് നിൽക്കുന്ന ചോറുണ്ടല്ലോ, അത് ഇവിടെ ഉപ്പാക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഏതായാലും ഉച്ചക്കേ ഭക്ഷണം കഴിക്കുള്ളൂ, രാത്രി അങ്ങനെ കൂടുതലൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഇനിയിപ്പം മറന്നുപോയി. ആ നേരത്ത് വെള്ളം ഒഴിക്കണ നേരത്ത് വേറെ എന്തോ ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നെ ആ വെള്ളം ഒഴിക്കണ അളവ് അങ്ങോട്ട് മറന്നുപോയി. അങ്ങനെ ഞാൻ കണക്കാക്കിയിട്ടൊന്നല്ല വെള്ളം ഒഴിക്കൽ, ഞാനൊരു കണക്കിനുണ്ട് ഒഴിക്കാറാണ്. അല്ലാതെ കണക്കാക്കിയിട്ട് അളവ് പാത്രം അങ്ങനെയൊന്നും ഞാൻ എടുക്കാറില്ല. അല്ലാതെ ചോറിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവണം. അത്രയും കഷ്ടപ്പാടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആരാണ് എവിടെ ഉള്ളവരാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്നത്. പക്ഷെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചാൽ പിന്നെ നമുക്ക് ഇന്ന സ്ഥലത്തുള്ളവരാണ്, ഇന്ന പേരാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ഇത് യൂട്യൂബ് ചാനൽ ആര് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതും കാണുമ്പോഴും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കലില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ പോലെ ഇനിയിപ്പോൾ ആരായാലും, പൈസ ഉള്ളവനായാലും പാവങ്ങളാകുമ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടി കണ്ടത്. പക്ഷെ അതെന്ത് നേരമില്ലെങ്കിലും അതൊന്ന് കാണും. പക്ഷെ അവർക്കൊരു ലൈക്കും ഇതൊക്കെ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ. പക്ഷെ നമ്മളൊരാളെ സഹായിച്ചിട്ട് നമ്മൾ തിരിച്ച് സഹായിക്കണം എന്നല്ല. പക്ഷെ ഓരോരുത്തരും നമ്മളെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അതേപോലെ മറ്റുള്ളവരുടെ അവസ്ഥ അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതായാലും പക്ഷെ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെ ഞാൻ വേറൊരു ചാനൽ, സെക്കൻഡ് ചാനൽ തുടങ്ങിയിരിക്കണം. അത് അമ്രിൻ എന്നാണ് അതിൻ്റെ പേര്, AMIRIN, അമ്രിൻ. അത് ഇതിൽ മറ്റുള്ള ചാനൽ ഇതൊക്കെ ഇട്ട കാരണം കുക്കിങ്ങിൻ്റെ ചാനലിൽ മറ്റുള്ള നമ്മൾ പാട്ട് അങ്ങനത്തെ ഈ പൂന്തോട്ടത്തിൻ്റെ അതൊന്നും ഇടരുതെന്ന് ആരോ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാൻ എൻ്റെ ഇതിലല്ല, ആദ്യം ചാനൽ കാണുമ്പോൾ ചാനൽ കാണുമ്പോൾ അതിലങ്ങനെ ആരൊക്കെയോ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വേറെ സെക്കൻഡ് ചാനൽ ഉണ്ടാക്കിയതാണ്. അതിലൊന്നും ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഒരു 4-5 വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് പ്ലീസ്. നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ അതിൽ തന്നെ ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യ ജ്വല്ലറി മേക്കിങ്ങിന് ഞാൻ ഓൺലൈനായിട്ട് ഓള് പഠിക്കുന്നുണ്ട്. അതിൽ ഓള് കുറേ ഉണ്ടാക്കിങ്ങനെ കഴിയാറായി. ഈ ഓഗസ്റ്റ് 20-ാം തീയതി ആകുമ്പോഴേക്ക് ക്ലാസ്സൊക്കെ ചെയ്യും. അപ്പോൾ ഒരുവിധം ഒരു 4-5 മാല നമ്മൾ കടയിലൊക്കെ ചെന്നാലൊക്കെ അതിനൊരു മാലക്ക് തന്നെ വരും 200 രൂപയൊക്കെ. പക്ഷെ ഇപ്പോൾ കഴിയാറായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ആ സെക്കൻഡ് ചാനലിൽ ഇട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുകൊണ്ട് മറക്കരുത് കേട്ടോ പ്ലീസ്. അത്രയും നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ ആരും ലൈക്കും ഷെയറൊന്നും ചെയ്യണില്ല. ഒരു 4-5 ലൈക്കും ഷെയറൊക്കെയാണ് കിട്ടുന്നത് ഞാൻ വീഡിയോ ഇട്ടാൽ. എത്ര
35 ലൈക്കൊക്കെ, 35 ഷെയറും മറ്റേ 125 ലൈക്കുമാണ് ആകെ ഉള്ളത്. 35 സബ്സ്ക്രൈബും അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, എൻ്റെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.